എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ഗ്രീൻ പ്ലാനറ്റ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അസുന്ത 2 എന്ന് പറഞ്ഞ അധികം ഒരു വെറൈറ്റിയിൽ നന്നായിട്ട് തന്നെ ഫ്രൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ നോർമൽ ഡ്രാഗൺ ഫ്രൂട്ടുകളിലൊക്കെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലും ഒരുവിധം എല്ലാ വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാവാറ്. പക്ഷെ ഇതിൻ്റെ ഫ്ലവർ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവറാണ്. അത് കാണാൻ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഫ്ലവർ നോക്കിയിട്ടായാലും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണത്. ഈ കാണുന്നതാണ് അസുന്ത 2 എന്ന് പറഞ്ഞ ഈ വെറൈറ്റിയുടെ ഫ്ലവർ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് ഈ ഒരു അവസ്ഥയിൽ വിരിഞ്ഞെത്തണത്. ഞങ്ങൾ റോയൽ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യണത്. അപ്പൊ അതിന്റെ കട്ടിങ്സ് ഒക്കെ ഞങ്ങൾ ഒരു 35 രൂപ റേറ്റ് ആയിട്ടാണ് ഒരു കട്ടിങ് കൊടുക്കുന്നത്. അത് ഒരടി നീളത്തിലുള്ള കട്ടിങ്. പക്ഷെ നമുക്ക് അതൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ തീരെ വില കുറവിൽ 35 രൂപ റേറ്റിന് കൊടുക്കുമ്പോഴായാലും പലരും പറയും ഫ്രൂട്ട് മുറിച്ച തണ്ട് തന്നെ വേണം, ഫ്രൂട്ടിൻ്റെ മുറിച്ച പാടില്ലാത്ത തണ്ടുകൾ വേണ്ട എന്ന് പറയാറുണ്ട്. ഞങ്ങൾ പരമാവധി ഞങ്ങൾക്ക് ഫ്രൂട്ട് ഉണ്ടായ കമ്പുകൾ മാത്രമാണ് ഞങ്ങൾ കൊടുക്കാറ്. പക്ഷെ നമ്മളിതാ ഇതുപോലെയുള്ള ഈ വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകളൊക്കെ വാങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് തീരെ മൂക്കാത്ത കമ്പുകളോ അല്ലെന്നുണ്ടെങ്കിൽ തുമ്പത്തുനിന്ന് എങ്ങാനും കായ ഉണ്ടാവാത്ത കമ്പുകളൊക്കെയാണ് കിട്ടാറ്. ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയൊരു ഒട്ടും തന്നെ മൂക്കാത്തൊരു കമ്പാണ് കിട്ടിയത്. എങ്കിലും ഞങ്ങൾക്ക് കായ ഉണ്ടാവുന്ന വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചെടിയിൽ കായ ഉണ്ടായാൽ മതി, എല്ലാ തണ്ടിലും കായ ഉണ്ടായില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് കായ ഉണ്ടായി കിട്ടുമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായി കിട്ടിയത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് എന്നുണ്ട്, അതൊന്ന് പറിച്ചു നോക്കിയാലോ. നമ്മുടെ നോർമൽ ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ ഫ്രൂട്ടിന് അത്ര പിങ്ക് കളർ ഇല്ല. ചെറിയൊരു ലൈറ്റ് പിങ്കും ഒരു ഗ്രീനും കൂടി കലർന്ന ഒരു കളർ മാത്രമാണ് ഇതിനുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മളിത് എത്രത്തോളം പഴുത്തു എന്നറിയാത്തത് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തേക്കായിരുന്നു. പക്ഷെ വെയിറ്റ് ചെയ്തിട്ടും ഇതിന്റെ കളറിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും വരണില്ല. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ ഇത്രയ്ക്കേ പഴുക്കായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്തത്. ഏകദേശം ഒരു 100 to 150 ഗ്രാം വരെയാണ് നമുക്ക് ഇതിന്റെ ഫ്രൂട്ടിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. ചെറിയ ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ മലേഷ്യൻ റെഡ്, റോയൽ റെഡ് തുടങ്ങിയ വെറൈറ്റികളിലെ പോലെ തന്നെ ഒരു മാസം ഒരു 30-32 ദിവസം ആവുമ്പോഴത്തേനും നമുക്കിത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രൂട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ പലോറ പോലത്തെ ഫ്രൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മാസത്തോളം വേണ്ടി വരും അത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് പഴുക്കാനായിട്ട്. പക്ഷെ ഇതാ ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് അത്ര അധികം സമയമൊന്നും എടുക്കണില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിൽ ഫ്രൂട്ട് പിടിക്കണുണ്ട്. നമുക്കിതാ ഇന്ന് ഇത്രയും ഫ്രൂട്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ അസുന്ത ഡ്രാഗൺ ഫ്രൂട്ടിനെന്നുണ്ടെങ്കിൽ ഇത് പഴുക്കണ സമയത്ത് അത്രയ്ക്ക് അധികം റെഡ് കളറൊന്നും ഉണ്ടാവാറില്ല. റോയൽ റെഡിന്റെ ഫ്രൂട്ടും ഈ ഒരു ഫ്രൂട്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് തീരെ കളർ കുറവാണ്. ഇനി ഇതാ നമുക്ക് ഇതിന്ന് ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഈ അസുന്ത 2ന്റെ വീഡിയോസ് ഒക്കെ കണ്ട സമയത്ത് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെയിം കത്തി കൊണ്ട് തന്നെ അത് കഴുകാണ്ട് അങ്ങനെ തന്നെ ആ കത്തി കൊണ്ട് വൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ലെവലാണ് കണ്ടേക്കുന്നത്. അപ്പൊ ഈ വൈറ്റ് ഫ്ലഷുമേ കൂടെ ചെറിയൊരു റെഡും കൂടി ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് അസുന്ത 2 ഉണ്ടായ സമയത്ത് ഇതില് അങ്ങനെ അത്രയ്ക്ക് റെഡ് ഷെയ്ഡ് ഇല്ല, ചെറിയൊരു റെഡ് ഷെയ്ഡ് മാത്രമാണ് വൈറ്റിന്റെ ഇടയിൽ കൂടെ കാണാനായിട്ടുള്ളൂ. നമ്മളപ്പോ ഇതിന്ന് ഒരു ഫ്രൂട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം പിള്ളേർക്കാണ് കഴിക്കാനായിട്ട് കൊടുത്തത്. അവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാനായിട്ട് അത്യാവശ്യം ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അവർക്ക് കൊടുത്തു. നമുക്ക് ഇതിലൊരു പീസ് കഴിച്ചു നോക്കാം. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ശരിക്കൊരു പപ്പായയുടെ ടേസ്റ്റാണ്, റെഡ് ലേഡി പപ്പായ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് വരുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. നോർമൽ ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം മധുരം ഉണ്ട്. പക്ഷെ നമുക്ക് പലോറയുടെ ഒക്കെ ഒന്നും അത്രയ്ക്ക് മധുരം എത്തില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.